ഹായ്, ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഗാർഡ് എന്ന വേർഡും ആ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫ്രേസസും ആണ്. റിഗാർഡ്, റിഗാർഡ്സ്, റിഗാർഡ്ലെസ്, ഇൻ റിഗാർഡ് ടു, ഇൻ ദിസ് റിഗാർഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, റിഗാർഡ്സ്. റിഗാർഡ്സ് എന്നത് ഗ്രീറ്റിംഗ്സ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. അത് ഒരു പ്ലൂറൽ നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഇമെയിൽസൊക്കെ കാണുമ്പോൾ അത് അവസാനിക്കുന്ന സ്ഥലത്ത് കാണാറില്ലേ റിഗാർഡ്സ് എന്ന്. പല ഒഫീഷ്യൽ ലെറ്ററൊക്കെ കാണുമ്പോൾ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ക്വയറീസ്, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, എന്നെ അറിയിക്കൂ എന്ന് എഴുതി അവസാനിക്കുന്ന സ്ഥലത്ത് എഴുതുന്നതാണ് റിഗാർഡ്സ്. പിന്നെ പേര്, ജെയിൻ, ജോൺ, അങ്ങനെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ എഴുതുന്ന ആളുടെ നെയിം. അപ്പോൾ അവിടെ റിഗാർഡ്സ് എന്ന് എഴുതുന്നത് ഇതുപോലെ ഒരു പ്ലൂറൽ നൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഗ്രീറ്റിംഗ്സ് നമ്മൾ പിന്നെ ലെറ്ററൊക്കെ എഴുതുമ്പോൾ കാണാറില്ലേ, ഒരാൾക്ക് കത്തെഴുതുമ്പോൾ ഓക്കെ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കൂ എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചതായി പറയൂ എന്നൊക്കെ എഴുതുന്നതിന് പകരം നമ്മൾ എഴുതാറുണ്ട് കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ ഇൻ യുവർ ഫാമിലി. ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെ റിഗാർഡ്സ് അറിയിക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കൂ എന്നാണ്. പ്ലീസ് കൺവേ മൈ റിഗാർഡ്സ് ടു മിനി. മിനി നമുക്ക് അറിയാവുന്ന ആളായിരിക്കും, ആ ഫാമിലിയിലുള്ള കത്തെഴുതുന്ന ആളുടെ ഫാമിലിയിലുള്ള ഒരാളാണ്. അപ്പോൾ പ്ലീസ് കൺവേ മൈ റിഗാർഡ്സ് ടു മിനി, അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ മെയിൽസിൽ ബെസ്റ്റ് റിഗാർഡ്സ്, വാം റിഗാർഡ്സ്, കൈൻഡ് റിഗാർഡ്സ് എന്നൊക്കെ എഴുതാറുണ്ട്. അത് എഴുതുന്ന ആളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ വെച്ചിട്ട് പലതരത്തിൽ നമുക്ക് മാറ്റി എഴുതാം. കൈൻഡ് റിഗാർഡ്സ് എന്നൊക്കെ എഴുതുന്നത് കുറേയും കൂടി ഒരു ഫോർമൽ വേ ആണ്. വാം റിഗാർഡ്സ് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ വാം റിഗാർഡ്സ് എഴുതാം. അപ്പോൾ റിഗാർഡ്സ് എന്നത് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് റിഗാർഡ് എന്ന ഒരു വേർഡ്, അത് ഒരു വേർബ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നതാണ്. റിഗാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് കരുതുക എന്നുള്ളതാണ്. റിഗാർഡ് എന്നത് ആ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് റിഗാർഡഡ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ എൻ്റെ അങ്കിളിനെ ഹീറോ ആയിട്ടാണ് കാണുന്നത്, കരുതുന്നത് എന്ന്. അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് എങ്ങനെയാണ്? അവിടെ നമുക്ക് ഈ റിഗാർഡ് എന്ന വേർഡ് ഉപയോഗിക്കാം. ഐ റിഗാർഡ് മൈ അങ്കിൾ ആസ് എ ഹീറോ. അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്, നമുക്ക് മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹത്തെ എന്നാണ്. ഐ റിഗാർഡ്, ഐ എന്നത് സബ്ജക്റ്റാണ്, പിന്നെ ആ റിഗാർഡ് എന്നുള്ള വേർബ് വെച്ചു, പിന്നെ ഓബ്ജക്റ്റ്. ഐ റിഗാർഡ് മൈ അങ്കിൾ ആസ് എ ഹീറോ. ആസ് കഴിഞ്ഞിട്ട് ആരായിട്ടാണ് കാണുന്നത്, ആ രീതിയിൽ എഴുതാം. സബ്ജക്റ്റ് പിന്നെ വേർബ്, ആ വേർബിന് പകരമാണ് നമ്മൾ റിഗാർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓബ്ജക്റ്റ്, മൈ അങ്കിൾ എന്ന് പറഞ്ഞത് ഓബ്ജക്റ്റാണ്. പിന്നെ ആസ് ഡാഷ്. വേറൊരു സെൻറ്റൻസ്, പീപ്പിൾ റിഗാർഡ് ഹിം ആസ് ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ടൗൺ. ഈ ടൗണിലുള്ള ഏറ്റവും നല്ല ഡോക്ടറായിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ കരുതുന്നത്. അവിടെ പീപ്പിൾ സബ്ജക്റ്റ്, റിഗാർഡ് വേർബ്, ഹിം ഓബ്ജക്റ്റ്, ആസ് ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ടൗൺ. ഇതേപോലുള്ള സെൻറ്റൻസ് പാസീവ് വോയിസിൽ നമുക്ക് ഉപയോഗിക്കാം, കാരണം ഇതൊരു വേർബാണല്ലോ. അപ്പോൾ ഹി വാസ് റിഗാർഡഡ് ആസ് ദ ബെസ്റ്റ് വാരിയർ. വാരിയർ എന്ന് പറഞ്ഞാൽ ഫൈറ്റർ, സോൾജർ. ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വലിയ പടനായകന്മാരെ പറ്റി പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ വളരെയധികം ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ഫൈറ്റർ, നല്ലൊരു സോൾജർ ആയിരുന്നു എന്ന് പറയുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഫൈറ്റർ ആയിട്ടാണ് കരുതപ്പെട്ടിരുന്നത് എന്നാണ് അവിടെ മീനിങ്. കാരണം പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. അവിടെ കരുതപ്പെടുക, വാസ് റിഗാർഡഡ് ആസ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. വാസ് റിഗാർഡഡ് എന്ന് ഉപയോഗിച്ചത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെയും റിഗാർഡ് എന്ന വേർഡിന് വേർബിൻ്റെ ഉപയോഗമാണ് ഉള്ളത്. വി റിഗാർഡ് ദ സിറ്റുവേഷൻ ആസ് സീരിയസ്. ഈ സിറ്റുവേഷൻ, ഈ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം, ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കരുതുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് എന്നാണ്. വി റിഗാർഡ് ദ സിറ്റുവേഷൻ ആസ് സീരിയസ്. വി സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് നമ്മൾ വേർബ്,
റിഗാർഡ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ദ സിറ്റുവേഷനാണ് അവിടെ ഓബ്ജക്റ്റ്. പിന്നെ ആസ് സീരിയസ്, എന്തായിട്ടാണ് കാണുന്നത്? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനെ കാണുന്നത് എന്ന്. ഐ റിഗാർഡ് ഹിം ആസ് മൈ എനിമി. ഞാൻ അവനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവനെ കരുതുന്നത് എൻ്റെ ശത്രുവായിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ വേർബാണ് റിഗാർഡ്, കരുതുക എന്ന അർത്ഥം. അപ്പോൾ റിഗാർഡ്, റിഗാർഡ്സ് പഠിച്ചു. ഇനി അടുത്തത് ഇൻ ദിസ് റിഗാർഡ്. ഇൻ ദിസ് റിഗാർഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതൊരു ഫ്രേസാണ്. സാധാരണ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തെപ്പറ്റി, ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ ഇമെയിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാവാം. എന്തായാലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയിൽ നമുക്ക് പറയാം ഇൻ ദിസ് റിഗാർഡ് ഐ ഹാവ് നത്തിങ് ടു സേ. ഈ ഒരു കാര്യത്തിൽ, ഇക്കാര്യത്തിൽ എന്നാണ് അവിടെ മീനിങ്. ഇൻ ദിസ് റിഗാർഡ് അതായത് ആദ്യം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആ കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ആ കാര്യത്തിൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് റിഗാർഡ് ഐ ഹാവ് നത്തിങ് ടു സേ. ഈ ഒരു കാര്യത്തിൽ, ഇക്കാര്യത്തിൽ എനിക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന് പറയില്ലേ? അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ അത് പറയാം, ഐ ഹാവ് നത്തിങ് ടു സേ റിഗാർഡിങ് ദിസ്. അപ്പോൾ റിഗാർഡിങ് എന്നാണ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഇൻ ദിസ് റിഗാർഡ്, അതല്ലെങ്കിൽ റിഗാർഡിങ് ദിസ്. അതുപോലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ഇനി എനിക്കൊന്ന്, ഇക്കാര്യത്തിൽ എന്ന് പറയുന്നത് പോലെ അക്കാര്യത്തിൽ എന്നും പറയാമല്ലോ. അപ്പോൾ ഓക്കെ, നമ്മളൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ബിസിനസ് കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംസാരിക്കുന്ന ആളോട് നമ്മൾ പറയുകയാണ് അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സീ ഡോണ്ട് വറി ഇൻ ദാറ്റ് റിഗാർഡ്, ഐ വിൽ ഹെൽപ്പ് യു. ഇൻ ദാറ്റ് റിഗാർഡാണ് അവിടെ യൂസ്. അക്കാര്യത്തിൽ എന്നാണ് അവിടെ മീനിങ്. ഐ വിൽ ഹെൽപ്പ് യു, ഡോണ്ട് വറി ഇൻ ദാറ്റ് റിഗാർഡ്. മനസ്സിലായില്ലേ? ഇൻ ദിസ് റിഗാർഡ് അല്ലെങ്കിൽ ഇൻ ദാറ്റ് റിഗാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. വേറൊരു എക്സാമ്പിൾ, യു ഷുഡ് ഡൂ സംതിങ് റിഗാർഡിങ് ദിസ് പ്രോബ്ലം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പ്രോബ്ലത്തിൽ. റിഗാർഡിങ് ദിസ് പ്രോബ്ലം, ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. യു ഷുഡ് ഡൂ സംതിങ് റിഗാർഡിങ് ദിസ് പ്രോബ്ലം. പ്രോബ്ലം എന്നാൽ പ്രശ്നം. യു ഷുഡ് ടോക്ക് ടു ഹിം റിഗാർഡിങ് ദിസ് ഇഷ്യൂ. ഈ ഇഷ്യൂവിനെ പറ്റി നിങ്ങൾ അവനോട് സംസാരിക്കേണ്ടതുണ്ട്, സംസാരിക്കണം. അവിടെയും റിഗാർഡിങ് ദിസ് ഇഷ്യൂ, ഇൻ ദിസ് റിഗാർഡ് അല്ലെങ്കിൽ റിഗാർഡിങ് ദിസ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ആ ഫ്രേസ് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഫ്രേസ് ഇൻ റിഗാർഡ് ടു. അതിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വിത്ത് റിഗാർഡ് ടു. ഇത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഇൻ റിഗാർഡ്സ് ടു എന്നോ വിത്ത് റിഗാർഡ്സ് ടു എന്നോ അവിടെ ഒരു എസിൻ്റെ ആവശ്യമില്ല, അത് റോങ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻ റിഗാർഡ് ടു അല്ലെങ്കിൽ വിത്ത് റിഗാർഡ് ടു ഉപയോഗിക്കുന്നത്? വി നീഡ് ടു ഡിസ്കസ് ഇൻ റിഗാർഡ് ടു ദ സെക്യൂരിറ്റി ഇഷ്യൂസ്. സെക്യൂരിറ്റി സംബന്ധിച്ച ഇഷ്യൂസിനെ പറ്റി, പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അവിടെ ഇൻ റിഗാർഡ് ടു, അത് നമുക്ക് വിത്ത് റിഗാർഡ് ടു എന്നും ഉപയോഗിക്കാം. ഇനി അടുത്തത് റിഗാർഡ്ലെസ് ഓഫ്. റിഗാർഡ്ലെസ് ഓഫ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മൾ ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് എന്നൊക്കെ പറയും. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ലേ? അത് പരിഗണിക്കേണ്ട കാര്യമില്ല, അത് നോക്കേണ്ട കാര്യമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയില്ലേ? അവിടെയാണ് റിഗാർഡ്ലെസ് ഓഫ് ഉപയോഗിക്കേണ്ടത്. ഹീ ഗോസ് ഔട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ റെയിൻ. മഴ നോക്കാതെ, മഴ പരിഗണിക്കാതെ അവൻ പുറത്തു പോകാറുണ്ട്. ഹീ ഗോസ് ഔട്ട് റിഗാർഡ്ലെസ് ഓഫ് റെയിൻ. റെയിൻ നോക്കാതെ, റെയിൻ കണക്കാക്കാതെ അല്ലെങ്കിൽ റെയിൻ മൈൻഡ് ചെയ്യാതെ അവൻ പുറത്തു പോകാറുണ്ട്. ഹീ ഗോസ് ഔട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ റെയിൻ. ഷീ ബൈസ് വാട്ട് ഷീ വാണ്ട്സ് റിഗാർഡ്ലെസ് ഓഫ് ദ കോസ്റ്റ്. കോസ്റ്റ് നോക്കാതെ, വില നോക്കാതെ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ വാങ്ങാറുണ്ട്. ഷീ ബൈസ് വാട്ട് എവർ ഷീ വാണ്ട്സ് റിഗാർഡ്ലെസ് ഓഫ് ദ കോസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.